Watch full episodes on Jio Hotstar. വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം മുഴുവനും തുള്ളിക്കൊണ്ടിരിക്കും. ഇത് പീറ വേദാസിറ്റിക്കാർ. ഇവരെ എല്ലാവരെയും എന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളിച്ചിരിക്കും. നീ എവിടെ നിൽക്കേ? ഇതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. വന്നോട്ടെ. അവിടെ നിൽക്ക്. നീ ഇങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല. വേണ്ട, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. ഈ നഗരം മുഴുവൻ എന്റേതാണ്. ഞാനിവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാർക്കായ അമ്യൂസ്മെന്റ് പാർക്ക് പണിയാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ നഗരം വിട്ട് പോയേ പറ്റൂ. എല്ലാവർക്കും അവരവരുടെ വീടിന്റെ വില എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും. ഇതിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരാം. എടോ, വഴിന്ന് മാറേ. എന്തിനാ നടക്കുന്നേ? മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റ. തുറക്ക്, ഈ വാതിൽ എങ്ങനെയെങ്കിലും തുറക്ക്. ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹലോ ഹലോ ഹലോ, പോലീസ്. ഞാൻ പ്രിൻസ് വിക്രാലാണ് സംസാരിക്കുന്നത്. എന്നെ ഇവിടെ അപകടപ്പെടുത്താൻ നോക്കുന്നു. ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കോ? പ്രിൻസിനാരോ ആക്രമിക്കാൻ നോക്കിയത്. സമയം കളയണ്ട, ഇടറാം. പോലീസിനെ വിളിക്കേ. പോലീസിന്റെ അടുത്ത് വേഗം കംപ്ലൈന്റ് കൊടുക്കേ. ഓ, ഇയാളെ കൊണ്ട് ഞാൻ വലിഞ്ഞു. നമ്മളെ പോലീസല്ലേ. കംപ്ലൈന്റ് കിട്ടിയതും നമ്മളല്ലേ ആക്ഷൻ എടുക്കേണ്ടത്. ശിവ,
കുട്ടി, എന്താ കാര്യം? എന്തിനാ ഇങ്ങോട്ട് വന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഹലോ അങ്കിൾ, എന്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുന്നു അല്ലെങ്കിൽ കാറ് മര്യാദയ്ക്ക് താഴെ ഇറക്കുന്നു. നീ മിടുക്കനാണല്ലോ. നീ നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ പേരെന്താണ്? എന്റെ പേര് ശിവ എന്നാണ് സർ. കൊള്ളാം, നല്ല പേര്. നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എന്റെ പാലസിൽ വരൂ, ഞാനൊരു സമ്മാനം തരാം. അതിരിക്കട്ടെ, ആ ലഡ്ഡു സിംഗ് എവിടെയാണ്? ഞാനിതാ എത്തിക്കഴിഞ്ഞു സാർ. ഞാൻ വന്നല്ലോ. ഐ എം പ്രസന്റ് സാർ. എല്ലാരും ഞാൻ ഓടിപ്പിച്ചു വിട്ടു, എല്ലാറ്റിനെയും. ആഹാ, നിങ്ങളല്ല, ശിവയാണ് ഓടിച്ചത്. ഇവൻ എന്റെ ശിഷ്യനല്ല സർ. ഞാനല്ലേ ഇവനെല്ലാം പഠിപ്പിക്കുന്നത്. ഓരോ പാഠങ്ങളും ഇവനെ പഠിപ്പിക്കുക. ചെറുക്കൻ വലിയ മിടുക്കനാണ്. അവനെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും. ഞാൻ ഈ നഗരത്തിൽ വന്നതും എന്നെ അപകടപ്പെടുത്താൻ നോക്കി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഒന്നും തന്നെ കൊടുക്കില്ല. ഒരു ചില്ലി പൈസ പോലും ഞാൻ കൊടുക്കില്ല. ഈ വേദ നഗരത്തിൽ താമസിക്കുന്നവർക്കൊക്കെ ഇപ്പം ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഈ നഗരം വിട്ട് ഇവിടെയുള്ള എല്ലാവരും പോയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ക്രൂരമായി പുറത്താക്കിയെന്നിരിക്കും. ഇതെന്താ ഇയാള് ഇങ്ങനെയൊക്കെ പറയുന്നേ? പ്രിൻസിന്റെ പൂർവികരൊക്കെ മഹാദയാലുകളായിരുന്നു. പക്ഷെ ഇയാൾ ആള് ക്രൂരനും മഹാപിശുക്കനാണെന്ന് തോന്നുന്നു. എന്റെ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ രാജാവ് വേദാന്തകുമാർ തന്റെ ഒസ്യത്തിൽ ഈ നഗരത്തെ വേദാനഗരത്തിലെ ജനങ്ങൾക്കായി കൊടുത്തെന്ന്. ആ ഒസ്യത്ത് എവിടെയാണ് മുത്തശ്ശ വെച്ചിരിക്കുന്നത്? അത് ഇപ്പൊ എവിടാണെന്ന് അറിയില്ല മോനെ. പക്ഷെ ഒരു കാര്യം, എന്റെ മുതുമുത്തശ്ശൻ വേദാന്തകുമാർ രാജാവിന്റെ മന്ത്രിയായിരുന്നു. ഒരിക്കൽ രാജാവിന് രോഗം പിടിപെട്ടു. അദ്ദേഹത്തെ ചികിത്സിക്കാനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. പോകുന്നതിനു മുമ്പ് എന്റെ മുതുമുത്തശ്ശനെ വിളിച്ച് രഹസ്യമായൊരു കാര്യം പറഞ്ഞു. ആചാര്യജി, എനിക്കിപ്പോ നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ. ഞാൻ ചികിത്സയ്ക്കായിട്ട് കുടുംബസമേതം അമേരിക്കയിലേക്ക് പോവുക. ഒരു പക്ഷെ തിരിച്ചു വരില്ല ഞാൻ. ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാനൊരു വിൽപത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിൽപത്രം വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു തെറ്റായ ആളിന്റെ കയ്യിൽ പോയി പെടരുതല്ലോ ഇതൊന്നും. ആ ഒസ്യത്ത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഗാർഡ്, ഗാർഡ്! ആ ഒസ്യത്ത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും.
ഭീംസിംഗ്, സാറേ. ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് വരാമോ? അവിടെ നോക്ക്. ഇതാണ് ആ ഡയറി വേദാന്ത രാജാവ് മുതുമുത്തശ്ശന് കൊടുത്തത്. എന്നാൽ അതിൽ ഒസ്യത്തുണ്ടായിരുന്നില്ല. ഈ ഡയറിയിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അല്ല, മുകളിൽ കാണുന്ന തിലക്കത്തേക്കാൾ താഴെയുള്ള തിലക്കമാണ് ശരിക്കുമുള്ളത്. അതുപോലെ ബുദ്ധിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് വയറിൽ നിന്നുമാണ് കിട്ടുക. ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആ വാക്കുകളിൽ ശരിക്കുള്ള ഓസ്യത്തിന്റെ രഹസ്യം അടങ്ങിയിട്ടുണ്ട് ശിവ. അതുകൊണ്ടാണ് രാജാവ് ഈ ഡയറി മുതുമുത്തശ്ശന് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കൂ. അതിനുള്ളിൽ ഞാൻ ആ പ്രിൻസിനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഞാൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ചിലപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുമായിരിക്കും. നമ്മളോട് വേദനഗരത്തിൽ നിന്ന് പോകണ്ടെന്നും പറയുമായിരിക്കും. അവിടെ ആയിരിക്കും പ്രമാണം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോകണം. ചിലപ്പോ നമ്മൾ മുൻപോട്ട് പോകും തോറും അത് കാണാതാവും. ഞങ്ങൾ ഡയറക്ഷൻ ചെക്ക് ചെയ്യട്ടെ. നോർത്ത് ഡയറക്ഷനിലാ ഉള്ളത്. പെട്ടെന്ന് നമുക്ക് പോവാം. എല്ലാരും അവരവരെ സൈക്കിൾ എടുത്തോളൂ. ലഡു സിംഗ് സർ, കോറിഡോറിൽ ഞങ്ങൾ ഒരു സൈക്കിൾ കണ്ടു. ആ സൈക്കിൾ എടുത്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം. പോലീസ്! പേടാറാ, വേഗം പോലീസിനെ വിളിക്കേ. പോലീസിനോട് നമുക്ക് ഇപ്പൊ തന്നെ വിവരം പറയണം. ഓ എന്റെ പൊന്നെ സാറേ, സാർ തന്നെയല്ലേ പോലീസ്? ശരിയാണ്. ഇപ്പൊ കണ്ടോ? ഏയ്, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് അവിടെ എന്താണ് കാര്യം? അവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഇവിടുത്തെ പൊക്കോ. കണ്ടോ അവന്മാരെ ഞാൻ എങ്ങനെ പറ്റിച്ചെന്ന്? ഓ സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു ബുദ്ധിയാണേ. സൈക്കിൾ ഇത് തുറക്കണ്ടേ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ മുടിഞ്ഞ പരിശോധിക്കൽ? ആ ലഡ്ഡു സിംഗിനോടും പേടാറാമനോടും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ. ഇതെന്റെ കൊട്ടാരമാണ്. ഇവിടെ ഒരു പോലീസുകാരന്റെ ആവശ്യം എനിക്കില്ല. വേഗം മടങ്ങിപ്പോയ്ക്കോ. ഇവിടെ എന്തോ കുഴപ്പം നടക്കുന്നു മല്ലപ്പ. ആ ലഡ്ഡു സിംഗും പേടാറാമും അകത്ത് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ഓപ്പറേറ്റർ, CCTV ഫുട്ടേജ് കാണിച്ചേ. സ്റ്റോപ്പ്. ആ ടെറസിലുള്ള ഫുട്ടേജ് ഒന്ന് സൂം ചെയ്ത് കാണിക്കേ. റിവൈൻഡ്. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ ഗോഡ്സിന്റെ കയ്യിൽ കുടുങ്ങിയാൽ നമ്മൾ പ്രമാണം അന്വേഷിക്കാൻ വന്നതാണെന്നുള്ള രഹസ്യം അവരോട് പറയരുത്. നമ്മൾ കൊട്ടാരം കാണാൻ വന്നതാണെന്ന് പറയണം. ഓക്കേ ബോസ്, അതുപോലെ തന്നെ. ഒസിയത്ത്? ഓ, അപ്പൊ ഇവരൊക്കെ ഒസിയത്ത് അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ശരിക്കുള്ള ഒസിയത്ത് എവിടെയാ ഉള്ളതെന്ന് എനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ പിള്ളേർക്കെല്ലാം അറിയാമെന്ന്. ഓപ്പറേറ്റർ, അവരെവിടെയാ പോണെന്ന് നോക്ക്. പ്രിൻസ്, അവർ കിച്ചണിലേക്ക് പോയിരിക്കുക. വേഗം കിച്ചണിലേക്ക് ചെല്ല്. വേഗം ബൈക്ക് കൊണ്ടുവരൂ. ശിവയ്ക്ക് മുമ്പ് നമുക്ക് ആ കൊട്ടാരത്തിൽ എത്തിയിരിക്കണം. ഒസിയത്ത് അവിടെ തന്നെ കാണും. മല്ലപ്പ എന്തു തന്നെയായാലും ആ ഒസിയത്ത് ശിവയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. ശിവ, ഈ പാലസ് ഒരുപാട് ദൂരെയാണോ? സൈക്കിള് ചവിട്ടി എനിക്ക് കാല് കുഴയുന്നു.
നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതുപോലെ എന്റെ ഗ്രാമത്തിൽ ഞാൻ 2 ദിവസം തുടർച്ചയായിട്ട് സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരുന്നു, അറിയോ? ഒന്ന് മതിയാക്കും പഴയ വിളമ്പുകാരൻ. എവിടെ പോയി? ശിവ, ഇനി മുന്നോട്ട് പോകുന്നൊരു വന്യമൃഗങ്ങൾ വന്നാലോ? പേടിക്കേണ്ട അതേ, അത് നിന്നെ പിടിച്ച് വിഴുങ്ങണമെങ്കിൽ അത് എന്റെ ഒപ്പം ജയിച്ചേ പറ്റൂ. വാവ്, എന്ത് നല്ലൊരു മണം! എത്ര സുന്ദരമായ ഒരു ചെടിയാണ് നീ. ഇത്രയും സുഗന്ധമുള്ളൊരു പൂവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. എന്റെ പൂവേ, പുന്നാരപ്പൂവേ, നീയാണല്ലോ എന്റെ പ്രിയ സഖി. എന്റെ പൂവേ, സുന്ദരിയായ പൂവേ. എന്റെ പൂവ്, ഇത് നിന്റെ പൂവ്, ഇതെന്റെ പൂവ്, നിന്റെ പൂവ്, നമ്മുടെ രണ്ടുപേരുടെയും പൂക്കൾ. ഹലോ, ഇവർക്കെന്താ പറ്റിയത്? എന്ത് സുന്ദരമായ ഒരു പൂവ്. നല്ല സുഗന്ധമുള്ള എന്റെ പൂവ് മനോഹരമായ പൂവാണല്ലോ. പൂക്കള് വിരിയുന്നുണ്ടല്ലോ. ഓ, നീ പേടാറാമിനെ പിടിച്ചുവല്ലേ? പക്ഷെ നിനക്ക് എന്നെ പിടിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനിപ്പോ എവിടെയാ വന്നിരിക്കുന്നത്? ശിവ, ശിവ, എന്നെ രക്ഷിക്കേ! ഞാൻ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ശ്വാസവിനാകത്താണ്. മല്ലപ്പ, നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ഇപ്പോൾ അപകടത്തിലാണ്. അവരവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ലെന്ന് അവരെ അറിയിക്കേ. ഞാനിത് എവിടെയാ കുടുങ്ങിയിരിക്കുന്നത്? എന്നെ രക്ഷിക്കണേ. ശിവ, എന്തെങ്കിലും വേഗം ചെയ്തേ. വേഗം വേണം. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. കുട്ടി, നിനക്ക് ഈ കാട്ടിൽ എന്താ കാര്യം? എന്റെ കൂട്ടുകാർക്ക് അപകടത്തിൽപ്പെട്ടു. ദയവേത് ഒന്ന് സഹായിക്കൂ. നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പാടില്ല. അതിനാ ഞങ്ങളോട് വന്നേക്കുന്ന കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
രക്ഷിക്കേ ശിവ പിടിച്ച് വലിക്കേ നല്ല വലിക്കേ താങ്ക് യു ശിവ. എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം. താഴെ അപകടമാണ്. നമുക്ക് വേറെ വഴി നോക്കേണ്ടി വരും. ആ വസിയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് തന്നെ കിട്ടണം. മറ്റാരെ കൊണ്ടും അത് എടുപ്പിക്കരുത്. നല്ല മഴക്കാറുണ്ട്. പെട്ടെന്ന് മഴ പെയ്യും തോന്നുന്നു. അതുകൊണ്ട് എല്ലാരും വേഗം സൈക്കിള് ചവിട്ടിക്കോ. എടാ രാം, താൻ എന്താണോ ഇങ്ങനെ സൈക്കിൾ ഓട്ടുന്നേ? സാറേ, ഈ പെരുമഴയത്ത് എങ്ങനെ സൈക്കിൾ ഓട്ടാനാണ്? ശിവ, അത് കണ്ടില്ലേ? പ്രിൻസ് വിക്രം. നമ്മളെക്കാളും മുൻപ് അവരവിടെ എത്തും. നമ്മൾ ഇത്രയും വലിയ കാട്ടിൽ നിന്നും അവർക്ക് മുൻപ് അവിടെ എത്തിയേ പറ്റൂ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു വരൂ. എനിക്ക് മരമുണ്ടോ? ഇപ്പൊ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നോട് ആരാടോ പറഞ്ഞത്? വേഗം പോവാൻ നോക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.